നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് തുടങ്ങാല്ലേ? നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമല്ലേ ഇത്? ചിലപ്പോൾ നമ്മൾ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും, ഒരാൾക്ക് പണമില്ലെങ്കിൽ, അയാൾ ദരിദ്രനാണെങ്കിൽ അത് അയാളുടെ മടി കൊണ്ടാണ് എന്ന്. പക്ഷേ ശരിക്കും അതുമാത്രമാണോ കാരണം? അതോ നമ്മൾ കാണാത്ത എന്തെങ്കിലും വലിയ കാരണങ്ങൾ അതിന് പിന്നിലുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞ പോലെയുള്ള നിഗമനങ്ങളുണ്ടല്ലോ, ഒറ്റ നോട്ടത്തിൽ ശരിയാണെന്ന് തോന്നുന്നത്. ഇതിനെയാണ് നമ്മൾ സാമാന്യബോധജ്ഞാനം അഥവാ കോമൺ സെൻസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെയൊക്കെ പേഴ്സണൽ അനുഭവങ്ങളിൽ നിന്നും മറ്റുള്ളവർ പറഞ്ഞു കേട്ടതിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില ധാരണകളാണ്. ആൺകുട്ടികൾക്കറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഇതിനൊരു നല്ല ഉദാഹരണമാണ്. അപ്പോ എന്താണ് ഈ കോമൺ സെൻസ് കൊണ്ടുള്ള പ്രശ്നം? പലപ്പോഴും ഇത് നമ്മുടെ മുൻവിധികളെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നായിരിക്കും. ഇതിന് ശാസ്ത്രീയമായ യാതൊരു തെളിവുകളും ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനമായി ഇത് പ്രശ്നങ്ങളുടെ ഉപരിതലം മാത്രമേ കാണുന്നുള്ളൂ, ഒരു മഞ്ഞമലയുടെ വെള്ളത്തിനു മുകളിലുള്ള ഭാഗം മാത്രം കാണുന്നതുപോലെ. യഥാർത്ഥ കാരണങ്ങൾ എപ്പോഴും അതിന്റെ താഴെ ആഴത്തിലായിരിക്കും. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് വരുന്നത്. ഈ സാമാന്യബോധത്തിന് പകരമായിട്ട് കാര്യങ്ങളെ ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളുണ്ട്. അതാണ് സാമൂഹിക വിശകലനം. കോമൺ സെൻസ് വെറും ഊഹങ്ങളിൽ കെട്ടിപ്പടുത്തതാണെങ്കിൽ, സാമൂഹിക വിശകലനം എന്ന് പറയുന്നത് വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനമുള്ള ഒരു പഠനമാണ്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുപോകാം. ദാരിദ്ര്യം. സാമൂഹിക വിശകലനം എന്ന കണ്ണിലൂടെ നോക്കുമ്പോൾ ദാരിദ്ര്യത്തിന് കാരണം ഒരു വ്യക്തിയുടെ മടിയല്ല, മറിച്ച് ആ സമൂഹത്തിലെ തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കുറവ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾ. ഇങ്ങനെ വലിയ വലിയ കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. കണ്ടോ, ആ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറിയത് കണ്ടില്ലേ? ഈയൊരാശയം വളരെ ലളിതമായി എന്നാൽ അത്രയും ശക്തമായി പറഞ്ഞ അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ് സി. റൈറ്റ് മിൽസ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. വ്യക്തിപരമായ പ്രശ്നങ്ങളെ സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള കഴിവ്, ഇതുമാത്രമാണ് സാമൂഹിക വിശകലനത്തിന്റെ കാതൽ. നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾക്ക് പിന്നിൽ നമ്മൾ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന സമൂഹം കൂടിയുണ്ട് എന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ്. സി. റൈറ്റ് മിൽസ് പറഞ്ഞ ഈ കഴിവിനെയാണ് നമ്മൾ സാമൂഹിക ശാസ്ത്രഭാവന എന്ന് വിളിക്കുന്നത്. ഇതൊരു തരം സൂപ്പർ പവർ പോലെയാണെന്ന് പറയാം. ലോകത്തെ കാണാൻ നമ്മൾ ഒരു പുതിയ കണ്ണട വെക്കുന്നത് പോലെ. നമ്മുടെ പേഴ്സണൽ അനുഭവങ്ങളും സമൂഹത്തിലെ വലിയ സംഭവങ്ങളും തമ്മിലുള്ള കണക്ഷൻ കാണാൻ ഈ ഭാവന നമ്മളെ സഹായിക്കും. അപ്പോൾ എന്താണ് ഒരു വ്യക്തിഗത പ്രശ്നവും സാമൂഹിക പ്രശ്നവും തമ്മിലുള്ള വ്യത്യാസം? വളരെ സിമ്പിളാണ്. വ്യക്തിഗത പ്രശ്നമെന്നത് ഒരാളെയോ അല്ലെങ്കിൽ കുറച്ചുപേരെയോ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരുപാട് പേർക്ക് ഒരേ പ്രശ്നം വരുമ്പോൾ അതൊരു സാമൂഹിക പ്രശ്നമായി മാറും. പിന്നെ അതിന് വ്യക്തിപരമായ പരിഹാരങ്ങൾ മാത്രം മതിയാവില്ല. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ഉദാഹരണം നോക്കാം. ഒരാൾക്ക് ജോലിയില്ല. ഒരുപക്ഷേ അതയാൾക്ക് വേണ്ടത്ര കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ ശരിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ ആകാം. ഇതിനെ നമുക്കൊരു വ്യക്തിഗത പ്രശ്നമായിട്ട് കാണാം. പക്ഷേ ആ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലിയില്ലാത്തൊരവസ്ഥയാണെങ്കിലോ? അവരെല്ലാം കഴിവില്ലാത്തവരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതെ, ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം ജോലിയില്ലാതാകുമ്പോൾ അത് വ്യക്തിഗത പ്രശ്നമല്ലാതായി മാറുന്നു. പകരം അത് തൊഴിലില്ലായ്മ എന്ന വലിയ ഒരു സാമൂഹിക പ്രശ്നമാണ്. അതിന്റെ കാരണം ഒരുപക്ഷെ രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യമോ, പുതിയ ടെക്നോളജി വന്നതോ, ഫാക്ടറികൾ അടച്ചുപൂട്ടിയതോ ഒക്കെ ആകാം. ഇത് കാണിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഒരു വലിയ സാമൂഹിക ചിത്രത്തിന്റെ ഭാഗമാകുന്നത് എന്നാണ്. അപ്പോ ഈ സാമൂഹിക ശാസ്ത്ര ഭാവന എന്ന കണ്ണട വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇതിനെയാണ് നമ്മൾ സാമൂഹിക ഘടകങ്ങളെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജനിച്ചു വളർന്ന കുടുംബം, നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം, നമ്മൾ ദിവസവും കാണുന്ന സിനിമകളും വാർത്തകളും, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ നമ്മുടെ ചിന്തകളെയും നമുക്ക് കിട്ടുന്ന അവസരങ്ങളെയും നമ്മുടെ തീരുമാനങ്ങളെയും എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടാകും? നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രരല്ല, മറിച്ച് ഈ ഘടകങ്ങളുടെ എല്ലാം ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നതുകൊണ്ട് നമുക്കെന്താണ് പ്രയോജനം? എന്തിനാണ് നമ്മൾ സമൂഹത്തെക്കുറിച്ച് ഇത്ര ഡീപ്പായിട്ട് പഠിക്കുന്നത്? കാര്യമുണ്ട്. പ്രധാനമായും 3 ഗുണങ്ങളുണ്ട്. ഒന്ന്,
സമൂഹത്തിലെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 2. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ അവസ്ഥയെ കുറച്ചുകൂടി സഹാനുഭൂതിയോടെ കാണാനും ഇത് നമ്മളെ സഹായിക്കും. ഏറ്റവും പ്രധാനമായി ഈ അറിവ് ഉപയോഗിച്ച് സമൂഹത്തിൽ ശരിയായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണോ, അതോ നിങ്ങളെപ്പോലെ ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നത്തിന്റെ ഭാഗമാണോ അത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ സാമൂഹിക ശാസ്ത്രഭാവന നിങ്ങളെ സഹായിക്കും. ചിന്തിക്കുക.